ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ വി കെ കടവാണ് കേട്ടോ. വി കെ കടവ് തീർത്താല, പാലക്കാട് ജില്ലയിൽ തീർത്താലക്ക് അടുത്തുള്ള വി കെ കടവ് ആണ് പോകുന്നത്. ഇന്ന് അവിടെ നേർച്ചയാണ് കേട്ടോ. സോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ പരിപാടിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചു. രാവിലെ അവിടെ ഗജസംഗമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ പോയി നോക്കിയാലോ. അവിടെ നല്ല അടിപൊളി പരിപാടിയാണ്, നല്ല നാട്ടിലും നല്ല കിള്ളം പരിപാടിയാണ്. കുറേ ആനകളൊക്കെ വരാറുണ്ട്. നല്ല വൈബ് സ്ഥലമാണ്. സോ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ അത് തീർത്താല എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാണ്ട്. നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ്റെ ലോറിയാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഏകദേശം കുറച്ച് പോകുള്ളൂ, എനിക്ക് തോന്നുന്നു 1-2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. നമ്മളിവിടെ വന്ന് ഇറങ്ങിയതും നമ്മളിത് ഇവിടെ ഒരു ആന ഇറങ്ങി നിൽക്കുന്നത് കണ്ടിട്ടോ. ഇത് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടായി, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇനി നേരത്തെ എത്തിക്കാണ്. ഇവിടെ പല ഭാഗത്തും ഇറങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആനകളിപ്പോൾ ടൈം ആവുന്നേ ഉള്ളൂ, നമ്മളൊരു 8:30 ആകുമ്പോഴത്തേ എത്തിക്കണം. അതുകൊണ്ട് പല ഭാഗത്തുനിന്ന് ഇറങ്ങുന്നത് കാണാം. ഇപ്പോൾ സമയം 9:30 കേട്ടോ. 9:30 ആവാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെയുള്ള കടക്കാരൊക്കെ തുറക്കാൻ പോകുന്നുള്ളൂ. അതിന് മുന്നേ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ നേരം വൈകിട്ട് ലക്കിക്കാവ് എത്തി. അതുകൊണ്ട് നേരത്തെ വിചാരിച്ചിട്ട് ഇറങ്ങിയാണ്. ഇവിടെ ഇനി ആനകൾ വന്ന് ഇറങ്ങുന്നത് കാണാം, പലയിടത്തും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇതേ നമ്മുടെ അക്കാവിള വിഷ്ണുനാരായണ എന്താ വരുന്നത് കേട്ടോ. അത് എവിടെ ഇറക്കുന്നത് അറിയില്ല. ഇവിടേക്കാണ് ഞാൻ കാണിച്ചു തരാം. ഇത് കുറേ കണ്ട് പോകുന്ന അറിയില്ല, നോക്കട്ടെ. ഇവിടെ ഇറക്കാനാ തോന്നുന്നു. ഇനി നമ്മുടെ അക്കാവിള വിഷ്ണുനാരൻ വന്ന് അപ്പം തന്നെ അടുത്ത ആന വന്നു കേട്ടോ. അയ്യപ്പൻ രാമൻ എന്ന് കരുതി, എനിക്ക് ഏതാ ആനയെന്നറിയില്ല. നമുക്ക് വന്ന് ഇറങ്ങുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 ആനകളും ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ആനയാണ്, എന്താ പേര്? ഹമീദ്. നിങ്ങൾ ഏതാ ടീമിൻ്റെ പേരെന്താ? മെക്സിക്കൻസ്. ഈ ഒരൊറ്റ ഏരിയയിൽ 3 ആനകൾ ഇറങ്ങുന്നുണ്ടോ. അപ്പോൾ ഏത് ആന ഇറങ്ങുന്നത് വെച്ചിട്ട് എടുക്കുക. നമ്മുടെ അക്കാവില വിഷ്ണുനാര അവിടെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ ആന, വേറൊരു ആന അവിടെ വന്നിട്ടുണ്ട്. അതിനെ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കിയേ, ഈ ആന ഇറങ്ങുന്നു കേട്ടോ. അവിടേക്ക് അത് വേറെ ആന പോയിട്ടുണ്ട്. അത് ഇവിടെ എല്ലാം ഇറക്കുന്നത് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം ചെയ്യുക, നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവർ ഹൈപ്പ് കണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുത്തേക്കട്ടോ. പിന്നെ ലൈക്കും ചെയ്തേക്കാം. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അവിടെ അക്കാവിള വിഷ്ണുനാര ഇറങ്ങാൻ നിൽക്കുന്നുള്ളൂ കേട്ടോ. ഇതേ നമ്മുടെ മാമ്പിച്ചേട്ട കേട്ടോ, അക്കാവിള വിഷ്ണുനാരായണൻ്റെ ഇവിടെ ഇറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ അടുത്ത ആന വരുന്ന കേട്ടോ, കുട്ടോളി. ഏതാണ്? കുട്ടോളി രാമനാണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യും. കുട്ടോളി രാമനാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ അക്കരമേൽ മോഹനൻ ഇവിടെ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. നോക്കിയേ, ഞാൻ ലാസ്റ്റ് നല്ല എടുത്തുനിന്ന് കാണുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കൂറ്റനാട് നേർച്ചയൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുന്നത്തെ വർഷമാണ്. എന്തായാലും ഇവിടെ ഇറങ്ങുന്നത് കാണാം കേട്ടോ. എന്നൊക്കെ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കണ്ടു പോവാം. അതെ, നിങ്ങൾ അവിടുന്ന് അങ്ങനെ വന്നപ്പോൾ നമ്മുടെ അക്കരമൽ ശേഖരൻ കേട്ടോ വന്നിറങ്ങുന്നത്. ഈ ആന ഇവിടെ എല്ലാം ഇറക്കുന്നതുണ്ടോ, കുറച്ചപ്പുറത്തായിരിക്കും.
ഇവിടെ ഒരു ടീം കൊട്ടുന്നുണ്ട്. അത് കൂടാതെ അവിടുന്ന് 2 ടീം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അക്കരമൽ ശേഖരതാവും ഇവിടെ വന്നിറങ്ങി. ഇനിയിപ്പോൾ അവിടുന്ന് 2 ടീം വരുന്നുണ്ട്. നമുക്ക് ഇവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടുന്ന് 2 ആന വരുന്നു കേട്ടോ, സെൻട്രൽ ടീം. അതിൽ 2 ആനകളും ഒന്ന് നമ്മുടെ അക്കാവിള വിഷ്ണുനാരായണനും ഒന്ന് നമ്മുടെ ഉട്ടോളി രാമുണ്ടല്ലോ, അവർ 2 പേരെ തോന്നുന്നു കേട്ടോ. നേരത്തെ അങ്ങോട്ട് പോയ ടീമുകളെല്ലാം പാടെ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് എല്ലാം പാടെ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗത്താണ് എല്ലാ ആനകളും ഗജസംഗമം നടക്കുക തോന്നുന്നു. എന്താ അറിയില്ല. നോക്കിയോട്ടെ, ലിബർട്ടി ഉണ്ണിക്കുട്ടനാണത് ഞാൻ നിൽക്കുന്നതൊക്കെ അവിടെ. എന്തായാലും അങ്ങോട്ട് ചെന്ന് നോട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ എല്ലാ ആനകളും അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. കൊടിയേറ്റം കഴിഞ്ഞിട്ടായിരിക്കും ഗജസംഗമം എന്നാണ് പറഞ്ഞത്. സോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ മെക്സിക്കൻസിൻ്റെ അവിടുന്ന് ആന വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ റോട്ടിലെത്തിയതിനു ശേഷം നമുക്ക് കൊടിയേറ്റത്തിൻ്റെ ആ ഒരു പള്ളിയുടെ ഏരിയയിലേക്ക് പോവാം. ഓക്കെ, ഈ വരുന്ന ആനകൾ ഇനി ഗജസംഗമത്തിനായിരിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ചിട്ടായിരുന്നു, ഇപ്രാവശ്യം ഇവിടെ വെച്ചിട്ട് എല്ലാം തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നിരന്ന് നിൽക്കാറായിരുന്നു. ഇപ്പോൾ മൊത്തത്തിൻ്റെ നടുക്കായി. അവിടുന്ന് അതാ ഒരു 2-3-4 ആനകൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ലിബർട്ടി ഉണ്ണിക്കുട്ടൻ കേട്ടോ. ഗജസംഗമം എല്ലാ ആനകളും ഒരുമിച്ചിട്ട് അറിയില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ആനകൾ വന്ന് പോയി. ഇപ്പോൾ അത് വേറെ ആനകളൊക്കെ നിൽക്കുക അവിടെ പോകുന്നു. എല്ലാ ആനകളും ഇവിടെ നിർത്തിയിട്ടാണ്. ഓക്കെ, എല്ലാതുമല്ല, കുറേ നേരത്തെ പോകുന്നത് കണ്ടല്ലോ, എല്ലാതും ഇപ്പോൾ വന്നത്. അക്കരമൽ ശേഖരൻ നറ്റിപ്പെട്ടല്ല തോന്നുന്നു.
ഓക്കെ ഗൈസ്, രാവിലെ ഇതൊക്കെ ഉള്ളൂ പരിപാടി. പിന്നെ വൈകുന്നേരത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, ലൈക്ക് ചെയ്തേക്കാം. ഹൈപ്പ് അവിടെ ഉണ്ടാവും, ചിലവർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തേക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ബൈ.